അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇത് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള സഫർ മാസമാണ്. സഫർ മാസത്തിലെ തിങ്കളാഴ്ച രാവാണ് ഇത്. നാളെ പുലർന്നാൽ തിങ്കളാഴ്ച പകലായി. അപ്പോൾ നമ്മുടെ തിങ്കളാഴ്ച രാവും തിങ്കളാഴ്ച പകലും എന്ന് പറയുന്നത് വളരെ മഹത്വമേറിയിട്ടുള്ള ദിനമാണ്. ഒരാഴ്ചയിലെ ഏറ്റവും കൂടുതൽ മഹത്വമേറിയിട്ടുള്ളതും അള്ളാഹുവിൻ്റെ അടുക്കൽ ദുആകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതുമായിട്ടുള്ള 2 ദിവസങ്ങൾ എന്ന് പറയുന്നത് തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവുമാണ്. ഇത് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ സഫർ എന്ന ഈ ഒരു പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു മാസത്തിൽ കടന്നു വരുന്ന ഈ ഒരു തിങ്കളാഴ്ചയിൽ നമ്മളെല്ലാവരും ചൊല്ലേണ്ടതും എന്നാൽ ആത്മാർത്ഥമായി കൊണ്ട് ചൊല്ലിയിട്ടുള്ള വ്യക്തികൾക്ക് ദുആ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതുമായിട്ടുള്ള ഒരു ചെറിയ ദിക്റാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട അത് ചൊല്ലി തീർക്കാൻ, ഒരുപാട് നേരമൊന്നും കളയണ്ട. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് ചൊല്ലി തീർക്കാം. എത്ര എണ്ണമെന്ന് പറയണില്ല. തിങ്കളാഴ്ച പകൽ കുറച്ച് സമയമുണ്ടല്ലോ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സുബഹി നിസ്കരിച്ച ആ ഒരു സമയം തൊട്ട് മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുന്നത് വരെ തിങ്കളാഴ്ച പകലുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെല്ലാം. എത്ര എണ്ണമെന്ന് പറയുന്നില്ല. നിങ്ങൾ ഒരു എണ്ണം കണക്കാക്കിക്കൊണ്ട് ഈ ഒരു ദിക്റിനെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. വളരെ ചെറിയ ഒരു ദിക്റാണ്. അപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തും സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്തൊക്കെ ചെല്ലാം. നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. പല രീതിയിലുള്ള ആഗ്രഹങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും. ഓരോ ദിവസവും നേരം പുലരുന്നത് പല ആഗ്രഹങ്ങളും നമുക്ക് നടന്ന് കിട്ടണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. ഓരോ ദിവസവും നമ്മൾ ഉറക്കിൽ നിന്നും ഉണരുന്നത് തന്നെ എൻ്റെ ആ ഒരു ആഗ്രഹം റബ്ബ് നടത്തി തരണേ എന്ന ദുആയോട് കൂടിയിട്ടാണ്. നമുക്ക് ഓരോരുത്തർക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അത് എന്താണ് എന്ന് ഇവിടെ വിശദീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ മക്കളുടെ കാര്യങ്ങൾ നന്നാവാൻ മാതാപിതാക്കൾക്ക് ആഗ്രഹം ഉണ്ടാവും. അതുപോലെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണെങ്കിൽ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർന്നു കിട്ടണം എന്നിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. കടങ്ങളുള്ള ആളുകളാണെങ്കിൽ കടം വീട്ടി തീർക്കാൻ, വീടില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാകാൻ, വിവാഹം ശരിയാത്തവന് വിവാഹം ശരിയായി കിട്ടാൻ, സന്താനങ്ങളില്ലാത്തവർക്ക് സ്വാലിഹായ സന്താനങ്ങളെ കിട്ടാൻ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ജോലിയില്ലാത്തവന് നല്ല ജോലി കിട്ടുക, പഠിക്കുന്ന മക്കൾക്കാണെങ്കിൽ നല്ല മാർക്കോട് കൂടി പരീക്ഷയിൽ പാസ്സാവുക, നല്ല ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്ത് പെട്ടെന്ന് നല്ലൊരു ജോലി കിട്ടുക, അങ്ങനെ ഒട്ടനവധി ആഗ്രഹങ്ങളാണ്. ഇതൊക്കെ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളുമാണ്. ഈ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നടന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞ് ദിക്റിനെ നമുക്ക് ചൊല്ലാം. ഈ ഒരു ദിക്റിൽ പറയുന്ന വാക്കുകൾ അസ്മാഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പേരുകൾ തന്നെയാണ്. അള്ളാഹുവിൻ്റെ 3 നാമങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് ദിക്റാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത്. അപ്പം ഈ തിങ്കളാഴ്ച പകലിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്ത് നോക്കൂ. തിങ്കളാഴ്ച രാവിലും പകലിലും നമുക്ക് ഈ ദിക്ർ ചൊല്ലാവുന്നതാണ്. വളരെ പോരിശയാക്കപ്പെട്ടിട്ടുള്ളതും അതുപോലെ പെട്ടെന്ന് റബ്ബ് നമ്മുടെ ദുആകൾക്ക് ഉത്തരം തരുന്നതും ആയിട്ടുള്ള ഒരു ദിക്ർ കൂടെയാണ്. യാ ഹയ്യു യാ ഖയ്യൂമു യാ ദായിമു യാ അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂമു യാ ദായിമു യാ അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂമു യാ ദായിമു യാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ 3 പേരുകളാണ് യാ ഹയ്യു യാ ഖയ്യൂമു യാ ദായിമു യാ അല്ലാഹ് എന്ന്. അപ്പോൾ അള്ളാഹിൻ്റെ നാമങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ദിക്റിനെ ഒരുപാട് തവണ നിങ്ങൾ ചൊല്ലുക. ഒരു വട്ടം ഒന്നും ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഒരുപാട് തവണ ആത്മാർത്ഥതയോട് കൂടി ചൊല്ലുക.
മനസ്സിൽ മറ്റുള്ള അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി തിന്മയിൽ നിന്ന് നമ്മൾ പരമാവധി വിട്ടു നിൽക്കുക. പരമാവധി എന്നല്ല, തിന്മ പറ്റെ നമ്മൾ ഒഴിവാക്കുക. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എപ്പോഴും ജീവിക്കുക. അങ്ങനെ ഒരു തഖ്വയോട് കൂടിയിട്ടുള്ള ജീവിതം നയിച്ച് നമ്മൾ റബ്ബിനോട് ഏതൊരു കാര്യം ചോദിക്കുകയാണെങ്കിലുണ്ടല്ലോ, അല്ലാഹു തആല നമുക്കത് പെട്ടെന്ന് കബൂലാക്കി തരുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഇന്നത്തെ ഈ സഫറിൻ്റെ തിങ്കളാഴ്ച രാവിലും പകലിലുമായിട്ട് ഈ ഒരു ദിക്റിനെ ആരെങ്കിലും ചൊല്ലി റബ്ബിനോട് കൈകൾ ഉയർത്തി ദുആ ചെയ്താൽ അവന് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു ദിക്റ് കൂടെയാണിത്. അസ്മാഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പേരുകൾ അടങ്ങിയ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ നാമങ്ങൾ അടങ്ങിയിട്ടുള്ള ദിക്റിനെ നമുക്ക് പരമാവധി കൂടുതൽ ചൊല്ലുവാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.